ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൻ മൃദുശയ്യകളിൽ അവനെന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവനെന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനെന്നോടു കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻ വടിമേ. ഉന്നതനെന്നോടു കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻ വടിമേ. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. എനിക്കൊരു വിരുന്നവൻ ഒരുക്കിടുന്നു, എന്നുടെ വൈരികളിൻ നടുവിൽ. എനിക്കൊരു വിരുന്നവൻ ഒരുക്കിടുന്നു, എന്നുടെ വൈരികളിൻ നടുവിൽ. ശിരസ്സിനെ എന്നും തൃക്കൈകളാൽ അഭിഷേകം ചെയ്യുന്നു. എന്നുടെ പാനപാത്രമെന്നെന്നും നിറഞ്ഞിടുന്നു തൻ കരുണയാലേ. നന്മയും കരുണയും എന്നായുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. നന്മയും കരുണയും എന്നായുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. യഹോവ തന്നാലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമായി. യഹോവ തന്നാലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമായി. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപാകെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അറിയിക്കാനും ദൈവം തന്ന ഒരു ഗാനം ആലപിക്കാനും പരിശുദ്ധാത്മാവ് ഒരുക്കിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിൽ എനിക്കൊരു കുറവുമില്ല. തീർച്ചയായിട്ടും ദൈവവചനത്തിനകത്തു നിന്നും
ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വരികളായി പാടുമ്പോൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ തിരുവെഴുത്തുകൾക്കകത്ത് ദാവീദിന്റെ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കുന്ന 23-ാം സങ്കീർത്തനം വളരെ പ്രസിദ്ധമാണ്. 23-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് എനിക്ക് പ്രധാനമായും 3 കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഒന്നാമത്തെ വാക്യത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ളത് ഒരു പ്രസന്റ് തിങ് ആണ്, അല്ലെങ്കിൽ ഇപ്പോഴും യഹോവ എൻ്റെ ഇടയനാകുന്നു. സ്റ്റിൽ ഐ ബിലീവ് മൈ ഗാഡ് ഈസ് വിത്ത് മീ. അത് ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഒരു സത്യമാണ്. എന്നാൽ എനിക്ക് മുട്ടുണ്ടാകയില്ല എന്നുള്ളത് എൻ്റെ ഫ്യൂച്ചറാണ്. മൂന്നാമതായി, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അത് ശരിക്കും എൻ്റെ പാസ്റ്റാണ്. എൻ്റെ പ്രസന്റ് സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ, എൻ്റെ ഫ്യൂച്ചറും എൻ്റെ പാസ്റ്റും അവൻ്റെ കരങ്ങളിലാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരു പാസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് പലർക്കും ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്തതാണ്, കഴിഞ്ഞകാല ജീവിതങ്ങൾ. എന്നാൽ അവിടെ ആ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച വ്യഥകൾ, വേദനകൾ, വെല്ലുവിളികൾ, ദാവീദ് പറയുന്നുണ്ട്, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അവിടെ ഷാഡോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈവൻ ദോ ഐ വോക്ക് ത്രൂ ദ വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത്. ഷാഡോ അതൊരു നിഴലാണ്. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, പിശാചിന്റെ ഏറ്റവും വലിയ പരിപാടി, പദ്ധതി ചില നിഴലുകൾ കാണിച്ച് നമ്മളെ പേടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു നായയുടെ നിഴലിന് ഒരിക്കലും നമ്മെ കടിക്കാൻ കഴിയില്ല. ഒരു പാമ്പിന്റെ നിഴലിന് ഒരിക്കലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ നിഴലിന് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കുവാൻ കഴിയുകയില്ല. കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. പിശാച് ചില നിഴലുകൾ കാണിച്ചുകൊണ്ട്, ഇല്ലാത്ത ചിലതിനെ കേൾപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തകളോട്, നിങ്ങളുടെ മാനസിക വികാരങ്ങളോട്, ഇച്ഛകളോടൊക്കെ പോരാടുന്നെങ്കിൽ, ആ പോരാട്ടങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഈ കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. പിശാച് എന്നെ കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നിഴലുകളെയും കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. യഹോവ എൻ്റെ കൂടെ ഉണ്ടല്ലോ. യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ ആ ഒരു പ്രസന്റ് റിലേഷൻഷിപ്പ്, ഇപ്പോഴും ദൈവത്തോട് വ്യക്തിപരമായ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഏലിയാവ് എന്ന് പറയുന്ന ദൈവപുരുഷൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ വന്ന് പറയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമായ യഹോവ. ആ പ്രസന്റ് റിലേഷൻഷിപ്പാണ്. എന്നെ കേൾക്കുന്ന, കാണുന്ന എൻ്റെ പ്രിയ സഹോദര, സഹോദരി, പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഇപ്പോഴും നിങ്ങൾക്ക് ദൈവത്തോടൊരു ബന്ധമുണ്ടോ? കർത്താവിനോട് ഇപ്പോഴും നിങ്ങൾക്കൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭ്യമാകും. കർത്താവിന്റെ രാജ്യവും കർത്താവിന്റെ നീതിയും അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നൽകി തരുവാൻ ദൈവം മതിയായവനാണ്. ഇതിന്റെ 1-ാമത്തെ വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു. ആ ഇടയനാകുന്നെങ്കിൽ, ആ ഒരു ബന്ധം ദൈവത്തോടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ തനിയേ സംഭവിക്കുന്നതാണ്. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ നിങ്ങളെ നടത്തുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നിങ്ങളെ കിടത്തുന്നു. നിങ്ങളുടെ ശത്രുക്കൾ കാണുക അവൻ നിനക്ക് വിരുന്നൊരുക്കുന്നു. നിന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നു. ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത്
ദൈവത്തോടുള്ള ആ ബന്ധമാണ്. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിനോടുള്ള ബന്ധം നിങ്ങളിൽ വർദ്ധിക്കട്ടെ. ഇത് മാത്രമേ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കേണ്ടതുള്ളൂ. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ യഹോവ എൻ്റെ ഇടയനായിരിക്കട്ടെ. എൻ്റെ ഹസ്ബൻഡിന് യഹോവ ഇടയനായിരിക്കട്ടെ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് യഹോവ ഇടയനായിരിക്കട്ടെ. എൻ്റെ കുടുംബത്തിന് യഹോവ ഇടയനായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങൾക്ക് യഹോവ നല്ല ഇടയനായിരിക്കട്ടെ. എന്നെ നടത്തുന്ന, എന്നെ പരിപാലിക്കുന്ന ശക്തി ജീവനുള്ള ദൈവമായിരിക്കട്ടെ. എൻ്റെ ബുദ്ധിയോ എൻ്റെ കഴിവോ എൻ്റെ ശക്തിയോ അല്ല. യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലേക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലേക്കൊരു കുറവുമില്ല.